പഠിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഫിസിക്സ് എക്സാം ഒക്കെ ഉഷാറായിട്ടാണ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോകുന്ന ഊഴമാണ് നമ്മുടെ ബയോളജിയിലും കെമിസ്ട്രിയിലും. അപ്പോൾ ബയോളജിയിൽ ഇതാ A+ പക്കാക്കാൻ, ഫുൾ മാർക്ക് പക്കാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഐഡന്റിഫൈ ദ ഗിവൻ ഫോട്ടോ റിസപ്റ്റർ സെൽ അല്ലെ. ചുവടെ നൽകിയിരിക്കുന്ന പ്രകാശഗ്രാഹി കോശം ഏതാണെന്നാണ് എഴുതണം. നമുക്കറിയാം തന്നിട്ടുള്ള ഷേപ്പ് കോൺ ആയതുകൊണ്ട് തന്നെ കോൺ സെൽ അല്ലെങ്കിൽ കോൺ കോശമാണ്. രണ്ടാമത്തേത് വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, തമ്മിലുള്ള പദബന്ധം മനസ്സിലാക്കി എഴുതാനാണ്. പ്ലാനറി ഐസ്പോട്ട് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗസ് ഫ്ലൈ ഏതാണെന്നാണ്. ഹൗസ് ഫ്ലൈ നമ്മുടെ ഒമറ്റിഡി ആണെന്ന് ഓർത്ത് വെക്കുക. എല്ലാത്തിന്റെയും മറ്റ് ഓർഗാനിസത്തിന്റെയും സെൻസ് ഓർഗൻസ് പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ, നമുക്ക് തന്നിട്ടുള്ള ഈ ചെവിയുടെ ഭാഗമാണ്. ഈ ഭാഗങ്ങളിൽ എക്സ് ഏതാണ് വൈ ഏതാണെന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ഏതാ മക്കളെ, നമ്മുടെ ഓഡിറ്ററി നെർവ് ആണ്. വൈ എന്ന് പറയുന്നത് കോക്ലി ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെയാണ് അല്ലെ, നമ്മുടെ ചെവിക്കൂടെയാണ്. അവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിസീവ് സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെ, നാടീയ പ്രേഷകത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്, ഡോപ്പമിൻ ആണ്. ഇതല്ലാതെ അസറ്റൈൽ കൊളൈനും ഉണ്ട്. ഉറപ്പായിട്ട് പഠിച്ചു വെക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ എന്തായാലും ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം വരും. ഫിഗർ ഓഫ് ഇയർ ഈസ് ഗിവൺ ബിലോ, റീഡ്രോ ഇറ്റ് ആൻഡ് നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് മെൻഷൻ. തന്നിട്ടുള്ള പാർട്സുകളാണ് അടയാളപ്പെടുത്തേണ്ടത്. പാർട്ട് ദാറ്റ് റിസീവ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഡ്രം അല്ലെ, കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ്. കർണപടം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇയർ ഡ്രം. അതിൽ നിന്ന് കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അതാരാണ്, നമ്മുടെ ഇവിടെയുള്ള ഇയർ ഓസിക്കിൾസ് ആണ്. ഈ തന്നിട്ടുള്ള ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ നമുക്ക് പറയാം അസ്ഥി ശൃംഖല. എന്തു പറയാം, അസ്ഥി ശൃംഖല എന്ന് പറയാം. അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഈ കാണുന്ന ഇയർ ഓസിക്കിൾസ് എന്ന് പറയാം, ഇയർ ഓസിക്കിൾസ്. രണ്ടാമത്തേത് ട്യൂബ് ദാറ്റ് കണക്ട് ദ ഫാർനിക്സ്, നമ്മുടെ ഗ്രസനിയെ ബന്ധിപ്പിക്കുന്ന ഭാഗം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം, ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് എവിടെയാ മക്കളെ, ഈ റിസപ്റ്റേഴ്സ് കാണുന്നതാണ് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഈ ഒച്ച പോലെ ഇരിക്കുന്ന ഭാഗം കോക്ലിയ. അപ്പൊ ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്താൻ ചോദിക്കും. നെയിം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. എഗെയിൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. റിസീവ് സൗണ്ട് വേവ്സ്, സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യുന്ന ഭാഗമാണ് മക്കളെ നമ്മുടെ പിന്ന അല്ലെങ്കിൽ ചെവിക്കൂട എന്ന് പറയുന്ന ഭാഗം. വേർ സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ് പ്രസന്റ്, അത് ഇവിടെയാണ് നമ്മുടെ ഓഡിറ്ററി കനാൽ ആണ്. ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, കർണനാളം എന്ന് പറയും. കർണനാളമാണ് ചെറു രോമങ്ങളും മെഴുകും കാണുന്ന ഭാഗം. ശബ്ദതരങ്ങൾക്ക് അനുസൃതമായി കമ്പനം ചെയ്യുന്ന ഭാഗത്തിന്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കുന്നത്, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത് മക്കളെ. ഏത് ഇവിടെ ഈ ഏത് ഭാഗമാണ് അടയാളപ്പെടുന്നത് അല്ലെങ്കിൽ ഹൗ ഡു എന്നിങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം യൂസ്റ്റേഷ്യൻ ട്യൂബാണ് രണ്ടിടത്തെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് എഴുതി വെക്കുക. ആരുടെ ഹെൽപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ നമുക്ക് പറയാം യൂസ്റ്റേഷ്യൻ നാളിയാണ്. യൂസ്റ്റേഷ്യൻ നാളിയാണ്. അടുത്തത് കണ്ണ്, നമ്മുടെ ഈ കണ്ണിലുള്ള മസിൽസിന്റെ പ്രത്യേകതകളാണ്. സർക്കുലർ മസിൽസ്, വലയ പേശികളും റേഡിയൽ മസിൽസ്, റേഡിയൽ പേശികളും തമ്മിലുള്ള വ്യത്യാസമാണ്. നെയിം ദ മസിൽ ലേബിൾഡ് as എക്സ് ആൻഡ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് കാണിക്കുന്നത് ഏതാണ് മക്കളെ, എക്സ് എന്ന് പറയുന്നത് സർക്കുലാർ മസിൽസ് ആണ്. എക്സ് എന്ന് പറയുന്നത് സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണ്. ഈ ഉള്ളിലെ റേഡിയസ് ആകൃതിയിൽ കാണിച്ചിട്ടില്ല. വൈ എന്ന് പറയുന്നത് എന്താണ്, റേഡിയൽ മസിൽസ് ആണ്. റേഡിയൽ മസിൽസ് അല്ലെങ്കിൽ റേഡിയൽ പേശികളാണ്. റേഡിയൽ പേശികളാണ്. വിച്ച് ഫിഗർ ഷോസ് ദ ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ് ആണ്. ഡിം ലൈറ്റിലെ പ്യൂപ്പിൾ വലുതാവുകയാണ് ചെയ്യുക. ഡിം ലൈറ്റിലെ പ്യൂപ്പിൾ വലുതാവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫിഗർ ആൻസർ ഏതാ വരിക, ഫിഗർ 1 ചിത്രം 1 വരിക. മൂന്നാമത്തേത് ഹൗ ഡു ദീസ് മസിൽ ചേഞ്ച് പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ്, എങ്ങനെ പേശികൾ മാറുന്നു ഡിം ലൈറ്റിൽ. നമുക്കറിയാം ഡിം ലൈറ്റിൽ അല്ലെ, ഡിം ലൈറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഡിം ലൈറ്റില് പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. പ്യൂപ്പിള് സൈസ് കൂടുന്നു അല്ലെ, പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ആവുകയാണ്. ഇൻക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നിങ്ങൾ നോക്കുക, പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ആയപ്പോൾ ആരാണ് അവിടെ കോൺട്രാക്ട് ചെയ്തത്, ആരാണ് അവിടെ കോൺട്രാക്ട് ചെയ്തത്, റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തു അല്ലെ. അപ്പം ഡിം ലൈറ്റില് ഇതാണ് ഡിം ലൈറ്റ്. അവിടെ എന്ത് സംഭവിക്കുന്നു, റേഡിയൽ മസിൽസ് കോൺട്രാക്ട്. റേഡിയൽ മസിൽസ് അല്ലെങ്കിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ഇനി നമ്മുടെ ബ്രൈറ്റ്
ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പിളിന്റെ സൈസ് കുറയാണ്. പ്യൂപ്പിളിന്റെ സൈസ് കുറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, സർക്കുലാർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. സർക്കുലാർ മസിൽസ് അതായത് വലയ പേശികൾ സങ്കോചിക്കുന്നു. വലയ പേശികൾ സങ്കോചിക്കുന്നു. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഡിം ലൈറ്റിൽ നമ്മുടെ റേഡിയൽ മസിൽസ് ഇവിടെ കാണാലോ, റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്? സർക്കുലാർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അത് വ്യത്യാസം പഠിച്ചു വെക്കുക. ഇവിടെ വീണ്ടും അതേ ചോദ്യം തന്നെ എക്സാം ഓഡിറ്ററി കനാലാണ്, വൈ കോക്ലിയ ആണെന്ന് മനസ്സിലാക്കുക. ഇനി റിലേറ്റ് ദ കോളംസ് എ ആൻഡ് ബി ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാ മക്കളെ? നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോസസ് ഓഫ് ക്ലിയർ വിഷൻ, ഡിം ലൈറ്റ് ആണ് അല്ലെ, മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കുറയുന്നതാണ്. വർണ്ണാന്തത കോൺ കോശങ്ങളുടെ തകരാറാണ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കോൺ സെൽസ് അല്ലെ, കോൺ സെൽസിന്റെ ഡിഫക്റ്റ് ആണ്. സിറോഫ്താൽമിയാണ് കോർണിയ ബിക്കംസ് ഒപ്പേക്ക് എന്ന് നമ്മൾ പറയുന്നത്, കോർണിയ അധാര്യമാകുന്നു. അപ്പൊ ഇവിടെ നോക്കുക, വർണ്ണാന്തയിലുള്ളവർക്ക് ഏതങ്ങൾ നിറങ്ങൾ, സിറോഫ്താൽമിയെ ബന്ധപ്പെട്ട വിറ്റാമിൻ ഏതാണ്? അത് നമുക്കറിയാം, വിറ്റാമിൻ എ ആണ് എന്നറിയാം. വിറ്റാമിൻ എ ആണ് എന്ത്? സിറോഫ്താൽമിയെ ബന്ധപ്പെട്ടത്. അതുപോലെ വർണ്ണാന്തയിലുള്ളവർക്ക് എന്തൊക്കെ നിറങ്ങൾ കാണാൻ കഴിയില്ല? നമുക്ക് പഠിച്ചിട്ടുണ്ട്, ചുവപ്പ്, പച്ച അല്ലെ, റെഡ്, ഗ്രീന്, ബ്ലൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെട്ട കാഴ്ച വർണ്ണ ഘടകം ഏതാണ്? വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന പിഗ്മെന്റ് എന്നാണ്, അത് നമ്മുടെ റെറ്റിനാലാണ്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്, മറന്നു പോകാനേ പാടില്ല. അടുത്തത് 2 സെല്ലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്കെച്ച് എ ആൻഡ് ബി രണ്ടും എന്ത് ചെയ്യാം? മാറ്റി വരയ്ക്കാനാണ്. അപ്പൊ റോഡ് സെല്ല് എന്താണ്? ഇതുപോലെ റോഡ് സെല്ലിൽ ഇങ്ങനെ വരച്ചാൽ മതി, ഒരു ആകൃതിയിൽ വരയ്ക്കുക. മറ്റേത് എന്താണ്? കോൺ കോശങ്ങളാക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിനൊരു റൂട്ട് പോലെയും വരയ്ക്കാം. ഇവിടെ നമുക്കൊരു ന്യൂക്ലിയസും വരയ്ക്കാം. അപ്പം ഇതുപോലെ സ്കെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ ബി സീ ദീസ് ഇൻ ദ ഐ, അല്ലെങ്കിൽ വേർ, ഇവ കണ്ണിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? എവിടെയാണ്? നമ്മുടെ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടി പടലത്തിലാണ് നമ്മൾ ഈ കോശങ്ങളെ കാണുന്നത്, റോഡ് കോശത്തെയും കോൺ കോശത്തെയും കാണുന്നത്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറൻസസ്, എന്തൊക്കെയാണ് ഡിഫറൻസ്? ഈ ഒരു ഡിഫറൻസ് നമ്മൾ ടേബിൾ വെച്ച് പഠിക്കുന്നുണ്ട്. റോഡ് ഷേപ്പാണ് റോഡ് സെല്ലിന്, കോൺ ഷേപ്പാണ് കോണിന്. അതുപോലെ റോഡ് എന്താണ്? ഡിം ലൈറ്റിലെ വിഷൻ സാധ്യമാക്കുന്നു, അല്ലെങ്കിൽ രാത്രിയിലെ വിഷൻ സാധ്യമാക്കുന്നു. കോൺസോൾസ് കളർ വിഷൻ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ രണ്ടിലും എന്താണ്? റോഡോപ്സിൻ ആണ് റോഡ് സെല്ലിൽ അടങ്ങിയിരിക്കുന്നത്, ഫോട്ടോപ്സിൻ ആണ് കോൺ സെല്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് അല്ലെ. ഈ തന്നിട്ടുള്ള ചിത്രം മനസ്സിലാക്കി അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം? ഇത് തന്നിട്ടുള്ളത് ഐഡന്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് 1, 2 and 3 അല്ലേ. 1 എന്ന് പറയുന്നത് ഏതാ മക്കളെ? നമ്മുടെ വെസ്റ്റിബുലാർ നെർവ് ആണ്. എന്താണ്? വെസ്റ്റിബുലാർ നെർവ്. ഓക്കെ, വെസ്റ്റിബുലാർ നാഡി. ഈ രണ്ടാമത് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത്. ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ നമുക്ക് പറയാം ശ്രവണ നാഡി. പിന്നെ ഇവിടെ 4ാമത് തന്നിട്ടുള്ളതാണ് മക്കളെ സെമി സർക്കുലാർ കനാൽസ് അല്ലെ. സെമി സർക്കുലാർ കനാൽ അല്ലെങ്കിൽ നമുക്ക് പറയാം അർദ്ധവൃത്താകാര കുഴലുകൾ. അർദ്ധവൃത്താകാര കുഴലുകൾ. ഇനി 3ാമതായിട്ട് ഈ കാണുന്ന ഭാഗമാണ് എന്ത്? വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഭാഗം. എന്താണ്? വെസ്റ്റിബ്യൂൾ. ഓക്കെ, അപ്പം ഇന്റർ ഇയർ അല്ലെങ്കിൽ ഇന്നർ ഇയർ, ഏറ്റവും ആന്തരകരണത്തിന്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കണം. 4 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഹൗ ഡു 3 and 4 ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബോഡി ബാലൻസ് അല്ലെ. എങ്ങനെ ഈ ബോഡി ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു എന്ന് ചോദിക്കും. എങ്ങനെയാണ് ബോഡി ബാലൻസ്? ഈ പറയുന്ന സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും കൂടെ ചേർന്നിട്ടാണ് അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്? അതിന്റെ ഉള്ളിലുള്ള എൻഡോലിംഫിന്റെ ആ ഒരു മൂവ്മെന്റ്, ചലനം കാരണമാണ് മൂവ്മെന്റ് ഇൻ എൻഡോലിംഫ്. മൂവ്മെന്റ് ഇൻ എൻഡോലിംഫ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നമ്മുടെ ബോഡി ബാലൻസിന് കീഴിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് ഇൻ എൻഡോലിംഫ് ഇന്ന് ഹെയർ സെൽസിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആ ഒരു ഇമ്പൾസ് ജനറേറ്റ് ആയി അത് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? സെറിബെല്ലത്തിലേക്ക് പോകുന്നു. സെറിബെല്ലത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് മൂവ്മെന്റ് സാധ്യമാകുന്നത്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ വെസ്റ്റിബുലാർ നെർവ് മൂവ്മെന്റ് ഓഫ് ഹെഡ് ബ്രിങ്സ് അബൌട്ട് ദ മൂവ്മെന്റ് ഓഫ് എൻഡോലിംഫ്. അതെന്ത് ചെയ്യുന്നു? സെമി സർക്കുലർ കനാൽസിൽ മൂവ്മെന്റ് ചെയ്യുന്നു. ആ ഒരു സെൻസറി എയർ സെൽസിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പൾസസ് ഉണ്ടാവുന്നു. രോമകോശങ്ങളിലെ ഗ്രാഹി ചലനത്തിൽ ആവേഗങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. ആ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ശരീരത്തുലന സാധ്യമാക്കാൻ വേണ്ടി സെറിബെല്ലത്തിലേക്ക് മെസ്സേജ് കൊണ്ടുവന്നു. അങ്ങനെ സെറിബെല്ലം എന്ത് ചെയ്യുന്നു? ശരീരത്തുലന സാധ്യമാക്കുന്നു. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 20 മാർക്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടും. സോ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വേഗം തന്നെ വരാം. ബൈ.